ഹലോ ഗൈസ്, നമ്മളൊരു ഫംഗ്ഷന് വന്നതാണ്. അവിടെ നമ്മുടെ അപ്പച്ചിയുണ്ട്, ശ്രീകുട്ടി ചേച്ചിയുണ്ട്, അതേപോലെ നമ്മുടെ സ്നേഹ ചേച്ചിയുണ്ട്. സ്നേഹ ചേച്ചിയാണ് അവിടുത്തെ കണക്കുപ്പുള്ള. ശ്രീകുട്ടി ബാക്കിൽ നിന്ന് ക്യൂട്ട്നെസ് ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങളെ കാണാൻ ഏകദേശം ഒരേപോലെ ഉണ്ടോ? ഒരുപാട് പേര് പറയും. ഇതാണ് നമ്മുടെ നന്ദപ്പുഞ്ഞ്. അത് നമ്മുടെ വെണ്ണിലാവിൻ്റെ കുഞ്ഞ്. നന്ദപ്പുണ്ണിനെ കണ്ടിട്ട് കുറേ നേരമായി. അതിൻ്റെ ഒരു സ്നേഹപ്രകടനമായിട്ടാണ് ഇത്. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ കയറി. ക്യാമറ കണ്ടപ്പോൾ മാറി. മാളു ചേച്ചി അങ്ങ് തീരുന്നു. ഞാൻ ഈ രണ്ടാൾക്കാരെ കാണിച്ചു തരാം. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരെ. ഇതായിരിക്കുന്നു വെണ്ണിലാവിൻ്റെ അച്ഛനും. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വെണ്ണിലാവിൻ്റെ ഒരു 99.9% കാര്യവും ചേട്ടൻ തന്നെയാണ് കേട്ടോ നോക്കുന്നത്. അവളവിടെ ഹാപ്പി ആയിട്ടിരുന്നോട്ടെ, അവളവിടെ എൻജോയ് ചെയ്തോട്ടെ, അവൾ നല്ലപോലെ ഫുഡ് കഴിച്ചോട്ടെ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ്. എന്നെ അവിടെ ഹാപ്പി ആക്കുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ ഇപ്പം ഒറ്റയ്ക്ക് തന്നെ എടുത്തുകൊണ്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ ഒരിടത്ത് പോവുകയാണ്, ഞങ്ങൾ എൻ്റെ മാത്രം പോവുകയാണെങ്കിൽ പുള്ളിക്കാരൻ തന്നെയാണ് എടുക്കുന്നത്. വണ്ടി കയറുമ്പോൾ ഞാൻ എടുക്കുന്നതല്ലാതെ ബാക്കി ഫുൾ ടൈം ചേട്ടൻ തന്നെയാണ് എടുക്കുന്നത്. എന്നെ ഹാപ്പിയാക്കാൻ മാക്സിമം ചെയ്യുന്നുണ്ട് പുള്ളിക്കാരനെ കൊണ്ട് കഴിയുന്നത്. ഞാൻ എൻജോയ് ചെയ്യട്ടെ എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടത്. എന്താ പറയണ്ടേ, നമുക്ക് നല്ല ഒരു പ്രൗഡ് വൈഫ് അല്ലെങ്കിൽ കിട്ടിയില്ല അതൊന്നുകൂടെ. ഇതാരൊക്കെയാണെന്ന് നോക്കിയേ, നമ്മുടെ വെണ്ണിലാവിൻ്റെ ഇച്ചക്കുഞ്ഞെ വെണ്ണിലാവിനെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ ഒരു മനുഷ്യരുടെ കൊടുക്കത്തില്ല. അവൾക്ക് തന്നെ എടുക്കണം, അവൾക്ക് നിർബന്ധം. ഈ പൊടുമോടെ നമ്മളൊരു വണ്ടി കയറ്റിയിരുത്തി, ഒടുക്കത്തെ ചൂടും. പൊടുമോനെ കുറിച്ച് പറയുകയാണെങ്കിൽ കിടില മനുഷ്യനാണ്. ഒരു 100 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ തൊട്ട് 1 വയസ്സുള്ള കൊച്ചു വരെ പുള്ളിക്കാരനടുത്ത് വൈബാവും, കമ്പനിയാവും. അത്ര നല്ല ക്യാരക്ടർ. ഞാൻ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പം ഞാനൊട്ടും പ്ലാൻ ചെയ്തൊന്നുമല്ല ഇട്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എനിക്കതിനകത്തുള്ള കുറേ തെറ്റുകൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ നല്ല സൈഡുകൾ, ഒരു മനുഷ്യൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒരുമിച്ച് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. അങ്ങനെ എൻ്റെ തെറ്റുകളും എനിക്ക് അതേപോലെ തിരുത്തേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒരു അടിപൊളി മനുഷ്യൻ വേണം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളി എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് നന്ദി എണ്ണ. നമ്മൾ വണ്ടിയിലിരുന്ന് പുഴുങ്ങുവാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ടാവുന്നതുമില്ല, ഭയങ്കര ചൂട്. നമ്മൾ ബാക്കിലത്തെ സീറ്റിലായിരുന്നത്, ഫ്രണ്ടിൽ വേറൊരു മനുഷ്യർ വന്നതുമില്ല. ആ മാമനോട് ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഒന്ന് AC ഇട്ടതാ മാമാന്ന്. പുള്ളിക്കാരൻ ഇട്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഭയങ്കര ചൂടായിരുന്നു. നമ്മുടെ ഊപ്പാട് വന്ന് നമ്മുടെയൊക്കെ മുഖം കണ്ടറിയത്തില്ല, ഭയങ്കര ടയർഡായിരുന്നു. വീട്ടിലാവ് പക്ഷെ ഉറക്കമായിരുന്നു കേട്ടോ. വെള്ളാവ് നമ്മൾ തിരിച്ച് വരാൻ നേരം ആയപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ എണീച്ച് ആക്റ്റീവായി. നമ്മളിത് തിരിച്ച് വൈകിട്ടത്തെ ഫംഗ്ഷന് പോവുകയാണ്. നമ്മുടെ വണ്ടിയിലായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഉണ്ണിയാണ് വണ്ടി എടുക്കുന്നത്. നമ്മുടെ വണ്ടിയിലെ ബാക്കിൽ അച്ഛനില്ലായിരുന്നു കേട്ടോ. അച്ഛനിവിടെ വേറെ മാരേജ് ഉണ്ടായിരുന്നു. മാളു ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ ലക്ഷ്മി ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, വെള്ളാമുണ്ടായിരുന്നു, വൈഷ്ണവ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വൈഷ്ണവ് വേറെ വണ്ടിയിൽ പോയി. പിള്ളേരെല്ലാവരും കൂടെ വേറൊരു വണ്ടിയിൽ പോയി. അങ്ങനെ വൈഷ്ണവ് അവരുടെ കൂടെ പോയി. നേരത്തെ വെണ്ണിലാവിനെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ വെണ്ണിലാവിനെ കാണിക്കാനായിട്ട് വെണ്ണിലാവിൻ്റെ അമ്മൂമ്മത ഇപ്പോൾ വെണ്ണിലാവിനെ കാണിക്കും. വെണ്ണിലാവിനെ കണ്ടില്ലെന്ന് പറഞ്ഞാൽ വെണ്ണിലാവിനെ കാണിക്കുമ്പോൾ വേറൊരാളോട് ക്യൂട്ട്നെസ് ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? പുള്ളി ക്യൂട്ട്നെസ്സിൻ്റെ ആളാണത്ര. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്കെൻ്റെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കളറ്. എനിക്കെന്തോ നമ്മൾ ആഗ്രഹിച്ച് കിട്ടത്തില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സെയിം സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു ഈ ഡ്രസ്സ് കണ്ടപ്പം. നമുക്കിനി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് എൻ്റെ അച്ചാമ്മ. ഇത് നമ്മുടെ അപ്പൂസ് ഫോണിൽ ഇരുന്ന് ഗെയിം കളിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ അപ്പൂസ് കുട്ടനാണ് കേട്ടോ. ഇത് നമ്മുടെ സ്നേഹിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഖം മറച്ച് വെച്ചേക്കുവാണ്. അപ്പൂസുൻ്റെ അമ്മ, എൻ്റെ ബിജുവിൻ്റെ അമ്മ. ഞാൻ വേറെ ആളെ കാണിച്ചു തരാം. ഹരിതം, നമ്മുടെ നന്ദയിൽ അത് കാണിച്ചത് നന്ദയുടെ അമ്മയാണ് കേട്ടോ. പുള്ളിക്കാരി എങ്ങനെ ക്യൂട്ട്നെസ് ഇട്ടങ്ങ് മരിക്കുവാണ്. എന്നെ സ്നേഹ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. സ്നേഹയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്നെ സ്നേഹ ശരിയാക്കണം. ഞാൻ പറഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യണമെന്ന് പറയത്തില്ലല്ലോ, എല്ലാം കൂടെ വാരി വലിച്ചിട്ടിട്ടില്ലേ ഞാൻ ചെയ്യത്തുള്ളൂ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നല്ല രസം. നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, നമ്മുടെ ഈ ടോക്സിക്കായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നല്ല കുറേ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പം എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഈ ഹരിത ചേച്ചി, സ്നേഹ ചേച്ചിക്ക് ഭയങ്കര പാവം. അപ്പോൾ മോണ വീടിൻ്റെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് എവിടെയോ പോയി. നമ്മളിതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ ചെയർ നോക്കി നടക്കുവാണ്. ശ്രീകുട്ടിയാണിത്.
ഇത് നമ്മുടെ വാനര സംഘമാണ് കേട്ടോ. ഇത് ആദി, വൈഷ്ണവ്. വൈഷ്ണവനറിയാൻ ഞാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് വൈഷ്ണവ് ഈ മുഖം പൊത്തി വെച്ചിരിക്കുന്നത്. മറ്റവന്മാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ഞാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവന്മാർ നിന്ന് ചിരിക്കുന്നത്. പക്ഷെ വൈഷ്ണവനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് ഇടും. പുടുമണ്ണ ഞാൻ വീണ്ടും പുടുമണ്ണെ കണ്ടെങ്കിൽ എനിക്ക് കുറേ ഫോട്ടോസ് എടുക്കണം, കുറേ വീഡിയോസ് എടുക്കണം. അത്രയ്ക്ക് കിട്ടുന്ന മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. ദേ വരുന്നു നമ്മുടെ വിനോദണ്ണൻ. വിനോദണ്ണൻ ആദ്യം കൊണ്ട് പോവാണ് കേട്ടോ. ആദ്യം കുരുത്തക്കേടില്ലാത്ത കൊച്ചായതുകൊണ്ട് വിനോദണ്ണൻ കയ്യോടെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കൊണ്ട് പോവുകയാണ്. ആദ്യം തൂക്കിലേറ്റിയിട്ടുണ്ട്. ആദ്യം കൊണ്ട് അങ്ങനെ വിനോദണ്ണൻ പോവാണ്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, ഞാൻ ഇവിടെ വെച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണിത്. ഇത് എച്ചു അമ്മയും കൊണ്ട് ഐസ്ക്രീം മേടിപ്പിച്ചതാണ്. അവൾക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട്. എന്നിട്ട് അവൾക്ക് കഴിക്കാൻ വേണ്ടി അമ്മയും കൊണ്ട് പോയി മേടിപ്പിച്ച്. മാമയാണ്ട് ഒരു ഐസ്ക്രീമിനെ കൊന്ന് വെച്ചേക്കുന്നുണ്ടോ, അതിൻ്റെ തലയെല്ലാം കണ്ടിച്ച് തിന്നിട്ട് മാമി എതുകൊണ്ടിരിക്കുക. വേറൊരാളെ കാണിക്കാം. മാളു ചേച്ചി എനിക്ക് എന്തൊക്കെയോ റീൽസ് അയച്ച് തരുക, ഡ്രസ്സിൻ്റെതൊക്കെ നോക്കി. വെണ്ണിലാവിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് നോക്കണ്ടേ, അങ്ങനെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുവാണ് മാളു ചേച്ചി. ഇതെല്ലാം കണ്ട് അമ്മ ചിരിക്കും. ഇതാണ്ട് ഡാഡീസ് ലിറ്റിൽ പ്രിൻസസും ഡാഡിയും. ഇവിടെയാണ് കേട്ടോ ഫങ്ഷൻ നടന്നത്. നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ട്. ഫങ്ഷനെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 1 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. വീട്ടിൽ പോയി ഒന്ന് ഉറങ്ങിയാൽ മതി. ക്ഷീണം. രാവിലെ എണീച്ചതാണ് കേട്ടോ. അപ്പം ഭയങ്കര ടയേർഡായി. നമ്മൾ കൂടെ കൊണ്ടുവന്ന് എച്ചുമീതാ തിരിച്ച് വീട്ടിലോട്ട് അയച്ചു. എച്ചുമി അത് ഹരിക്കുട്ടനാണ് കേട്ടോ. അവൻ മുഖം കാണിക്കാതെ പോവാണ്. വേറെ ആളോടുണ്ട് ഇവിടെ. ആ കൊച്ചിനെ കാണാൻ അമ്മൂൻ്റെ കൂട്ടിരിക്കുന്നത്. ഞാനും എല്ലാം കൂടെ ഒന്നൊരു സെൽഫി പോലും എടുത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തു. നമ്മുടെ വീടെത്തുന്നതിന് മുമ്പുള്ളൊരു പള്ളിയാണ് കേട്ടോ. അതിനപ്പുറത്തൊരു സ്കൂൾ കൂടെ ഉണ്ട്. സ്കൂളും പള്ളിയും കൂടെ ചേർന്നാണ്. നമ്മൾ വീടെത്താൻ ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മളിപ്പോൾ വീടെത്തും കേട്ടോ. വീടെത്തി കഴിഞ്ഞിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. എവിടെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചെത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ. അപ്പം ബൈ ഗായ്സ്, വേറെ വീഡിയോ ആയിട്ട് കാണാം.